ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദക്ഷിണാഫ്രിക്കയിലെത്തും. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 പ്രധാന പ്രതികളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് ശ്രീനഗറിൽ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ശബരിമലയിൽ ഭക്തജന തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതായി ശബരിമല ADM അരുൺ എസ് നായർ. പെട്രോൾ പമ്പുകൾക്ക് താൽക്കാലിക അനുമതി നൽകിയ ശേഷം സ്ഥലം അനുയോജ്യമാണോ എന്ന് പുനഃപരിശോധിക്കാൻ ഹൈവേ അതോറിറ്റിക്ക് കഴിയില്ലെന്ന് സുപ്രീംകോടതി. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഗോവയിൽ വർണ്ണാഭമായ തുടക്കം. 80 രാജ്യങ്ങളിൽ നിന്നുള്ള 240 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. വാർത്തകൾ വിശദമായി. ഗോത്രജനതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മികച്ച പരിഗണനയാണ് നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്ര സമൂഹങ്ങളുടെ ക്ഷേമത്തിനായി വിവിധ ക്ഷേമ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദക്ഷിണാഫ്രിക്കയിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിലേക്ക് പ്രധാനമന്ത്രി നടത്തുന്ന 4ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിതെന്നും ഉച്ചകോടിയിൽ ആഫ്രിക്കയുടെ വികസന വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല വ്യക്തമാക്കി. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 പ്രധാന പ്രതികളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് അറസ്റ്റ് ചെയ്തു. പട്യാല ഹൌസ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്ന് NIA പ്രസ്താവനയിൽ അറിയിച്ചു. ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ അദീൽ അഹമ്മദ്, മുഫ്തി ഇർഫാൻ, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കും. മറ്റന്നാളാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഈ മാസം 24 വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. അടുത്ത മാസം 9, 11 തീയതികളിലായി 2 ഘട്ടമായാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്നലെ രാത്രി വരെ ആകെ 42,401 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ഇതിൽ 18,935 പുരുഷന്മാരും 23,466 സ്ത്രീകളുമാണ്. ഇന്നത്തെ കണക്ക് രാത്രിയോടെയാകും ലഭ്യമാവുക. ഇതുവരെയുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം 21,841 ആണ്. അതേസമയം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നൽകുന്നതിന് അധികാരപ്പെടുത്തിയ രാഷ്ട്രീയ ഭാരവാഹികളുടെ ശുപാർശക്കത്ത് ഈ മാസം 24 മുൻപ് നൽകിയാൽ മതിയാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. SIRന്റെ നടപടിക്രമങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയെ അറിയിച്ചതോടെയാണ് അടിയന്തരമായി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 99% പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി അടിയന്തര യോഗങ്ങൾ ചേരാൻ BLOമാർക്ക് നിർദ്ദേശം നൽകി. SIR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കളക്ഷൻ ഹബ്ബുകൾ, ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയവയും ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ചെറുവാടി ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് BLOമാരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയ ഹെൽപ്പ് ഡെസ്കുകളിൽ 700ഓളം പേർ പങ്കെടുത്തു. കോഴിക്കോട് കല്ലായിയിൽ VM വിനുവിന് പകരം ബൈജു കാളകണ്ടി മത്സരിക്കും. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുമൂലം മത്സരരംഗത്ത് നിന്നും പിന്മാറാൻ ചലച്ചിത്ര സംവിധായകൻ VN വിനു നിർബന്ധിതനാകുകയായിരുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് ബൈജു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുമെന്ന് ബൈജു പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ജയിക്കാം, പ്രകൃതിയെ തോൽപ്പിക്കാതെ എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹരിത വോട്ട് യാത്ര ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 5 ദിവസം നീളുന്ന യാത്ര ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. ശബരിമലയിൽ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതായി ശബരിമല ADM അരുൺ എസ് നായർ. എല്ലാ ഭക്തർക്കും സുഗമവും സുരക്ഷിതവുമായ ദർശനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും തീർത്ഥാടനകാലം ഏറ്റവും മികവുറ്റതാക്കാൻ എല്ലാ വകുപ്പുകളും ദേവസ്വം ബോർഡും കൂട്ടായ പരിശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ADM.
ശബരിമലയിൽ തീർത്ഥാടന കാലം അതിൻ്റെ 4ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചില ക്രൗഡ് മാനേജ്മെന്റുകളിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ തിരക്കും അതുപോലെ തന്നെ സുഗമമായ തീർത്ഥാടനവും ഇന്ന് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള തീർത്ഥാടനം എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തർക്ക് കൂടുതലായിട്ടുള്ള ചില മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തി. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാകുക. പമ്പ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണങ്ങൾ. ഭക്തർ പരമാവധി വെർച്വൽ ക്യൂ വഴി സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. വാസുവിനെ പൂജപ്പുര ജയിലിലേക്കാണ് മാറ്റുന്നത്. അതേസമയം സംഭവത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പെട്രോൾ പമ്പുകൾക്ക് താൽക്കാലിക അനുമതി നൽകിയ ശേഷം സ്ഥലത്തിന്റെ അനുയോജ്യത പുനഃപരിശോധിക്കാൻ ഹൈവേ അതോറിറ്റിക്ക് കഴിയില്ലെന്ന് സുപ്രീംകോടതി. അന്തിമ അനുമതിയുടെ ഘട്ടത്തിൽ ഇത്തരം പുനഃപരിശോധന നിയമപരമായി അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കൊല്ലം പേരയത്ത് പെട്രോൾ പമ്പ് ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് സമീപവാസികൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് MA അബ്ദുൾ ഹക്കീമാണ് കേസ് പരിഗണിച്ചത്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ വർണ്ണാഭമായ തുടക്കം. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന പരേഡിൽ ഗോവ ഗവർണർ P. അശോക് ഗജപതി രാജു, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു. 9 ദിവസത്തെ മേളയിൽ ആയിരക്കണക്കിന് സിനിമാ ആസ്വാദകർ പങ്കെടുക്കും. 9 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 80 രാജ്യങ്ങളിൽ നിന്നായി 240 ചലച്ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ബ്രസീലിയൻ ചിത്രമായ ദ ബ്ലൂ ട്രെയിലാണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. 15 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. താമർ KV സംവിധാനം ചെയ്ത സർക്കിട്ട്, രാജ്കുമാർ പെരിയസ്വാമിയുടെ അമരൻ, സന്തോഷ് ധവാഗർ സംവിധാനം ചെയ്ത മറാഠി ചിത്രം ഗോണ്ടാൽ എന്നിവയാണ് മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകൾ. മേളയുടെ ഭാഗമായുള്ള വേവ്സ് ഫിലിം ബസാർ കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച ചിത്രത്തിന് സുവർണ മയൂരവും 40 ലക്ഷം രൂപയുമാണ് പുരസ്കാരം. ചലച്ചിത്രമേള ഈ മാസം 28-ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പട്നയിലെ ഗാന്ധി മൈതാനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാമതും അധികാരമേറ്റ ശ്രീ നിതീഷ് കുമാറിന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും അഭിനന്ദനം അറിയിച്ചു. ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 മുന്നോടിയായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യയിൽ ISAC-A തിരുവനന്തപുരം ഘടകവും സംയുക്തമായി തിരുവനന്തപുരത്ത് പ്രീ സബ്മിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറി A. ജയതിലക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ശക്തിപ്പെടുത്താൻ സുരക്ഷിതമായ AI-യുടെ ഉപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. 2026 ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിലാണ് ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. അടുത്ത മാസം 7-ന് പരീക്ഷാ ഭവനിൽ വെച്ച് നടക്കുന്ന ഡെറാഡൂണിലെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക, സമയവിവര പട്ടിക എന്നിവ പരീക്ഷാ ഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ ആർക്കെങ്കിലും അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ തിരിച്ചറിയൽ രേഖയുമായി എത്തി ഡ്യൂപ്ലിക്കേറ്റ് അഡ്മിഷൻ ടിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദക്ഷിണാഫ്രിക്കയിലെത്തും. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 പ്രധാന പ്രതികളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് ശ്രീനഗറിൽ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ശബരിമലയിൽ ഭക്തജന തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതായി ശബരിമല ADM അരുണസ് നായർ. പെട്രോൾ പമ്പുകൾക്ക് താൽക്കാലിക അനുമതി നൽകിയ ശേഷം സ്ഥലം അനുയോജ്യമാണോ എന്ന് പുനഃപരിശോധിക്കാൻ ഹൈവേ അതോറിറ്റിക്ക് കഴിയില്ലെന്ന് സുപ്രീംകോടതി. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഗോവയിൽ വർണ്ണാഭമായ തുടക്കം. 80 രാജ്യങ്ങളിൽ നിന്നുള്ള 240 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.